നമസ്കാരം. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള പ്രീ പോൾ സർവേ നടത്തുന്ന ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ മറുനാടൻ മറ്റ് ചാനലുകളുടെ സർവേയെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ഉചിതമാണ് എന്ന് തോന്നുന്നില്ല. കാരണം ഞങ്ങളെക്കാൾ വലിയ സ്ഥാപനങ്ങളാണ് മറ്റുള്ളവരുടേത്. ജനസ്വാധീനത്തിൽ ഞങ്ങളാണ് മുൻപിലെങ്കിലും സ്ഥാപനത്തിൻ്റെ വലിപ്പത്തിൽ, ജീവനക്കാരുടെ എണ്ണത്തിലൊക്കെ മറ്റ് ചാനലുകൾ തന്നെയാണ് മുമ്പിൽ. ഏഷ്യാനെറ്റ് മുതൽ ബിഗ് ടി വി വരെയുള്ള 10ഓളം മലയാളം ചാനലുകൾ എത്ര കോടി രൂപ മുടക്കിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ എത്രയോ ജീവനക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഇകഴ്ത്തി പറയുന്നത് അഹങ്കാരമായി വ്യാഖ്യാനിക്കപ്പെടും എന്നറിയാം. പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തുകൊണ്ടാണ് ഈ ചാനലുകളുടെയൊക്കെ സർവേ ഇങ്ങനെയായിത്തീരുന്നത് എന്ന് വിലയിരുത്തേണ്ടതാണ്. ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന ചാനൽ സർവേകളിൽ അല്പമെങ്കിലും സാമാന്യ ബോധത്തോട് നിരക്കുന്നത് മനോരമ ചാനലിൻ്റെ റിപ്പോർട്ടാണ്. മറ്റ് ചാനലുകളെ പോലെ തന്നെ അതിവിദഗ്ധമായി തോറ്റാലും ജയിച്ചാലും പഴി കേൾക്കരുത് എന്ന വാശിയിൽ മനോരമ ബോധപൂർവം UDF 69 മുതൽ 81 വരെ സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞു. നോക്കൂ, എത്ര സുരക്ഷിതമായൊരു ഗെയിമാണ്. കൃത്യം എത്ര സീറ്റ് നേടുമെന്ന് പറയാൻ ധൈര്യമില്ല. 69 മുതൽ 81 വരെ. UDF അധികാരത്തിൽ വന്നാൽ ഞങ്ങളുടെ സർവേ ശരിയാണെന്ന് തീർത്ത് പറയാം. ഞങ്ങൾ പറഞ്ഞല്ലോ 81 സീറ്റ് കിട്ടുമെന്ന്. 71 കിട്ടിയാലും ഞങ്ങൾ പറഞ്ഞതുപോലെയാണല്ലോ എന്ന് പറയാം. LDF ആണ് അധികാരത്തിൽ വരുന്നത് എന്ന് പറഞ്ഞാലും പറയാം, ഞങ്ങൾ പറഞ്ഞല്ലോ 69ലേക്ക് UDF ഒതുങ്ങുമെന്ന്. വളരെ വിദഗ്ധമായ സൂക്ഷിച്ചുള്ള ഒരു നീക്കമാണ്. ഉടുമ്പൻചോലയിൽ മണിയാശാൻ തോറ്റുപോകും എന്ന് കഴിഞ്ഞ തവണ റിപ്പോർട്ട് ചെയ്തതിൻ്റെ ക്ഷീണം മാറ്റാനാവാം മനോരമ ഇത്രയും ജാഗ്രത കാണിച്ചത്. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന മറ്റു സർവേകളെ വെച്ച് നോക്കുമ്പോൾ മനോരമയുടെ സർവേ യുക്തിക്ക് നിരക്കുന്നതാണ്. മനോരമ ധൈര്യമായി UDFന് 81 സീറ്റ് കിട്ടുമെന്ന് പറയേണ്ടതായിരുന്നു. അവർ പറഞ്ഞില്ല എന്ന് മാത്രം. LDFന് 57 മുതൽ 69 വരെയാണ്. LDF അധികാരത്തിൽ വന്നാലും 3-4 സീറ്റ് മാത്രമല്ലേ ഞങ്ങളുടെ സർവേയേക്കാൾ കൂടിയുള്ളൂ എന്ന് പറഞ്ഞു ഒഴിയാനുള്ള തന്ത്രം. എന്നാൽ മറ്റ് ചാനലുകൾ നോക്കുക. റിപ്പോർട്ടർ ചാനലിൻ്റെ സർവേ പുറത്തു വരുന്നതേ ഉള്ളൂ. ഇന്നോടുകൂടി മുഴുവൻ പുറത്തു വരുമെന്ന് കണക്കാക്കാം. റിപ്പോർട്ടർ ചാനൽ മിക്കവാറും ഒരു 90 സീറ്റിൽ കൂടുതൽ ഇടതുപക്ഷത്തിന് കൊടുത്തേക്കും എന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു. അതിൽ അത്ഭുതമില്ല ആർക്കും. റിപ്പോർട്ടർ ചാനൽ കണ്ടാൽ കേരളത്തിൽ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ എന്ന തോന്നലാണ് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് പിന്നെ അവർ സർവേ ആയിട്ട് മാറ്റിവെക്കേണ്ട കാര്യമൊന്നുമില്ല, വെറുതെ വിടുക. റിപ്പോർട്ടർ ചാനലിലെ മറ്റൊരു പതിപ്പായ ന്യൂസ് മലയാളം 78 മുതൽ 90 വരെ സീറ്റാണ് ഇടതുപക്ഷത്തിന് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണത്തെ അതേ വികാരം തുടരുന്നു എന്നർത്ഥം. ഏറ്റവും പുതുതായി തുടങ്ങിയ ബിഗ് ടി വി 74 സീറ്റ് UDFനും 64 സീറ്റ് LDFനും കൊടുക്കുന്നു. UDFന് നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരാം എന്നാണ് ബിഗ് ടി വിയുടെ വിലയിരുത്തൽ. മാതൃഭൂമിയാണ് ഏറ്റവും കൗതുകമുണർത്തുന്ന സർവേയുമായി രംഗത്ത് വന്നത്. ഇടതുപക്ഷത്തിനാണ് എഡ്ജ് കൊടുക്കുന്നത്, എന്നാൽ UDFും ജയിക്കുമെന്ന് പറയുന്നുണ്ട്. മനോരമ LDF ജയിക്കില്ല എന്നെങ്കിലും പറയാനുള്ള സത്യസന്ധത കാണിച്ചു. 69 കൊണ്ട് നിർത്തി. എന്നാൽ മാതൃഭൂമി LDFന് എഡ്ജ് കൊടുക്കുന്നു. ആ എഡ്ജിൽ അവർ പറയുന്ന 66 മുതൽ 78 വരെ എന്നാണ്. LDF അധികാരത്തിൽ വരും, 66 വരെ പോകാം, അതായത് ഭരണം നഷ്ടപ്പെടാം. പക്ഷെ ഭരണം കിട്ടാനാണ് സാധ്യത. 78 വരെ കിട്ടാം. UDFന് 62 മുതൽ 72 വരെ. എന്ന് വെച്ചാൽ UDFന് ഭരണം കിട്ടാതിരിക്കാനാണ് സാധ്യത. പക്ഷെ ചിലപ്പോൾ കിട്ടാം 2 സീറ്റ് ഭൂരിപക്ഷത്തിൽ. ഏറ്റവും സുരക്ഷിതമായി രണ്ടുപേരെയും ജയിപ്പിച്ചിരിക്കുകയാണ് മാതൃഭൂമിയും. ഇത്തരത്തിൽ എല്ലാ ചാനലുകളും തന്നെ 2 കൂട്ടരെയും ജയിപ്പിക്കുന്നു. ഇനി ഒരു കൂട്ടരെ ജയിപ്പിക്കാത്ത ചാനൽ പോലും കഷ്ടി തോൽവി കൊടുക്കുന്നു, മാനം രക്ഷിച്ച് പിടിച്ചു നിൽക്കാൻ. ഈ ചാനലുകളിലെല്ലാം തന്നെ ഒരു കാര്യമുണ്ട്. BJPക്ക് 2 സീറ്റ് വരെ കിട്ടിയേക്കും എന്ന സൂചനയാണ് എല്ലാവരും നൽകുന്നത്. മാതൃഭൂമി 0 മുതൽ 2 എന്ന് പറയുന്നു. ബിഗ് ടി വി 2 എന്ന് തീർത്ത് പറയുന്നു. ന്യൂസ് മലയാളം 0 മുതൽ 5 വരെ എന്ന് തർപ്പിച്ച് പറയുന്നു. മനോരമ 1 മുതൽ 5 വരെ എന്ന് പറയുന്നു. അതായത് 2 സീറ്റെങ്കിലും BJPക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയാതെ ഒരു സർവേയും അവസാനിക്കുന്നില്ല. ഇത് പുതുമയുള്ള കാര്യമാണ്. BJPക്ക് സീറ്റ് കൊടുക്കാൻ പൊതുവെ മടിയാണ് നമ്മുടെ നാട്ടിലെ ചാനലുകൾക്ക്. അതെന്തോ കുഴപ്പമാണെന്ന് അവർ കരുതുന്നു. ആ തോന്നലിൽ അവർ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ ഈ സർവേകളൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇല്ല 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 എന്ന് തീർത്ത് പറയട്ടെ. മറുനാടൻ്റെ സർവേ പോലും വിശ്വസിക്കാൻ സാധ്യമല്ല. എന്നാൽ മറ്റ് ചാനലുകളിൽ നിന്നും വ്യത്യസ്തമായി മറുനാടൻ്റെ സർവേ ഫീൽഡിൽ ഇറങ്ങി കൃത്യമായി ഡാറ്റ ശേഖരിച്ച് നടത്തുന്നതാണ്. ഞങ്ങൾക്കതിന് കൃത്യമായ മാനദണ്ഡമുണ്ട്. അത്തരമൊരു മാനദണ്ഡം മറ്റ് ചാനലുകൾക്കില്ല എന്നതുകൊണ്ട് തന്നെ സർവേയിൽ കൂടുതൽ വിശ്വാസ്യത മറുനാടൻ്റേതാണ്. ഇതിനു മുമ്പ് ഞങ്ങളുടെ സർവേകളെല്ലാം വലിയ വ്യത്യാസമില്ലാതെ ശരിയായി വന്നു. 2016-ലും 2021-ലും ഇടതുമുന്നണി അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഞങ്ങൾ സർവേ നടത്തി പറഞ്ഞത്. സീറ്റിൽ വ്യത്യാസമുണ്ടെങ്കിലും കുമ്മനം രാജശേഖരൻ നേമത്ത് ജയിക്കുമെന്ന് പറഞ്ഞത് മാത്രം കട്ട് ചെയ്തിരുന്നവർ മറന്നുപോകുന്നത് ഏതാണ്ട് 80-ലധികം സീറ്റുകളോടെ LDF അധികാരത്തിൽ വരും എന്നായിരുന്നു ഞങ്ങളുടെ സർവേ എന്നാണ്. ഓർക്കണം, ഇടതുപക്ഷത്തിൻ്റെ ഭരണം വരരുതേ എന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് ഞങ്ങൾ. 2016-ൽ ഞങ്ങളുടെ സർവേ കൃത്യമായി
ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം പോലും പ്രവചിച്ചിരുന്നു. 2019 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മാത്രമായിരുന്നു UDFന് മഹാഭൂരിപക്ഷം പ്രഖ്യാപിച്ചത്. 2024 തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറഞ്ഞത് ഞങ്ങൾ മാത്രമായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ കൃത്യമായി പ്രവചിക്കുന്നത് അത് കൊട്ടത്താപ്പ് കണക്കല്ലാത്തത് കൊണ്ടാണ്. ഞങ്ങളുടെ സർവേ മറ്റുള്ളവരുടെ സർവേയിൽ നിന്ന് വ്യത്യസ്തമായി ഫീൽഡിൽ ഇറങ്ങി കൃത്യമായ മാനദണ്ഡം വെച്ചുകൊണ്ട് നടത്തുന്നതാണ് എന്നതാണ്. അതേക്കുറിച്ച് ഞാൻ വിശദമായി പറയുന്നതിന് മുൻപ് നിലവിലുള്ള മറ്റ് ചാനലുകളുടെ സർവേയുടെ കുഴപ്പങ്ങളിലേക്ക് പോവാം. ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പം, ഈ ചാനലുകളൊക്കെ ഏതെങ്കിലും ഒരു ഏജൻസിയെ ഏൽപ്പിക്കുന്നു. ആ ഏജൻസികൾ വെയിലുകൊള്ളാതെ അവർക്ക് കിട്ടിയ പ്രതിഫലത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കുന്നു, ഇത് പറയുന്നു എന്നതാണ്. അത്തരം ഏജൻസികളെ ആശ്രയിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച. രണ്ടാമത്തേത്, CPM വാരിക്കോരി ചാനലുകൾക്ക് പണം കൊടുക്കുന്നത് ഒരു സർവേക്ക് പണം കൊടുക്കണമെന്ന് നിർബന്ധമില്ല. CPM ക്യാമ്പയിന് വേണ്ടി വാരിക്കോരി എല്ലാ ചാനലുകൾക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CPM തോൽക്കുമെന്ന് പറയാൻ ഇവർക്കാർക്കും ധൈര്യമില്ല. അല്പമെങ്കിലും ധൈര്യമുണ്ടായിരുന്നത് മനോരമയ്ക്കായിരുന്നു. അവർ പോലും ഏതാണ്ട് 12 സീറ്റിൻ്റെ ഗ്യാപ്പ് ഇട്ടുകൊണ്ടുള്ള ഇടതും ജയിക്കാം വലതും ജയിക്കാം എന്ന അഭ്യാസം ഇറക്കാൻ കാരണം ഇടതുമുന്നണി തോൽക്കും എന്ന് തീർത്ത് പറയാൻ ധൈര്യമില്ല. കാരണം ഇവർക്കെല്ലാം കോടികൾ ഒഴുക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവരാരും ഫീൽഡിൽ ഇറങ്ങി സർവേ നടത്തുന്നില്ല എന്നതാണ്. സർവേയുമായി രംഗത്ത് വന്ന ചാനലുകളൊക്കെ എന്തുകൊണ്ടാണ് ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കാണിക്കാത്തത്? ഞങ്ങളുടെ സർവേ നടത്തുന്നതും ആ സർവേ ആളുകളോട് സംസാരിക്കുന്നതും ആ സർവേയുടെ ഭാഗമായി അവർ വോട്ട് ചെയ്യുന്നതുമായ ദൃശ്യങ്ങൾ ഞങ്ങൾ എല്ലാ മണ്ഡലത്തിലെയും ശേഖരിക്കുകയും പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. 140 മണ്ഡലങ്ങളിലും ഞങ്ങൾ ആളെ വിട്ടു. അവിടെ നിന്നെല്ലാം ഞങ്ങൾ ഡാറ്റ ശേഖരിച്ചു. ആ ഡാറ്റകൾ ശേഖരിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടു. പക്ഷേ ഒരൊറ്റ ചാനലും ഇങ്ങനെ ഡാറ്റ ശേഖരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. നാട്ടിൽ ഒരിടത്തും മറുനാടനെ അല്ലാതെ എവിടെയെങ്കിലും ഇത്തരം ഡാറ്റ ശേഖരം നടത്തിയതിൻ്റെ തെളിവും കണ്ടിട്ടില്ല. ഡാറ്റ കൃത്യമായി ശേഖരിക്കണം, എങ്കിൽ പോലും ശരിയാവണമെന്നില്ല. ഞങ്ങൾ ഒരു മണ്ഡലത്തിൽ നിന്നും 2000 ഡാറ്റയാണ് ശേഖരിക്കാൻ തീരുമാനിച്ചത്. ചിലയിടങ്ങളിൽ അത് സാധിച്ചിട്ടില്ല. ലീഗും CPMഉം ഉറപ്പായും ജയിക്കുമെന്നുള്ള മണ്ഡലങ്ങളുണ്ട്. അത്തരം മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഡാറ്റ കുറച്ചേ ശേഖരിച്ചിട്ടുള്ളൂ. ധർമ്മടത്തും കല്യാശ്ശേരിയിലും തലശ്ശേരിയിലും മട്ടന്നൂരുമൊക്കെ 2000 സാമ്പിൾ എടുക്കേണ്ട കാര്യമില്ല. അവിടെയൊക്കെ ഒരു 100-200 സാമ്പിൾ എടുത്താൽ നമുക്കറിയാം അവിടുത്തെ ട്രെൻഡ്. അതുപോലെ തന്നെയാണ് ലീഗിൻ്റെ കോട്ടക്കൊത്തളങ്ങളിൽ പൊന്നാനിയിലും തവനൂരും താനൂരും നിലമ്പൂരുമൊക്കെ അത്തരം സർവേ ആവശ്യമാണെങ്കിലും ലീഗ് സ്ഥിരമായി ജയിക്കുന്നിടങ്ങളിൽ അത്രയും സാമ്പിൾ എടുക്കേണ്ട കാര്യമില്ല. ഇത്തരം 10-30 മണ്ഡലങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും ഞങ്ങൾ കൃത്യമായി സാമ്പിൾ ശേഖരണം നടത്തിയാണ് ഇത് കണ്ടെത്തിയത്. ഒന്ന്, ഈ ചാനൽ സർവേകളുടെ വിശ്വാസ്യത എത്രമാത്രം ദുർബലമാണെന്ന് വ്യക്തമാക്കുന്ന 2 ചെറിയ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, ബിഗ് TVയിലെ ചർച്ച ഞാൻ കാണുകയായിരുന്നു. കുന്നത്തുനാട് മണ്ഡലത്തിലേക്ക് എത്തുന്നു. അവിടെ പറയുന്ന എത്രയോ ഫാക്ച്വൽ എറേഴ്സാണ് ആ ചെറിയ വീഡിയോയിലുള്ളത്. ഒന്ന്, ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വിജയിച്ചത് VP സജീന്ദ്രനാണെന്ന് തീർത്തു പറയുന്നു. അബദ്ധം പറ്റിയതാണെങ്കിൽ തിരുത്തുന്നില്ല. അതിനേക്കാൾ രസകരമായ അപ്പോൾ സുജയ പാർവതി ചോദിക്കുകയാണ്, എതിരാളി ബാബു ദിവാകരൻ മുൻ മന്ത്രി കൂടിയാണ്, ജോഷി ആണ് എന്ന് സമ്മതിക്കുന്നു. വാസ്തവത്തിൽ മുൻ മന്ത്രിയായ ബാബു ദിവാകരൻ അല്ല കുന്നത്തുനാട് സ്ഥാനാർത്ഥി എന്ന് പോലും ഇവർ മനസ്സിലാക്കുന്നില്ല. കുന്നത്തുനാട് ഒരു സംവരണ മണ്ഡലമാണെന്ന് ഓർക്കണം. ഇത്തരത്തിൽ ഫാക്ച്വൽ എറേഴ്സ് വരുത്തിയാണ് ഇവരൊക്കെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ചിലർ ചോദിക്കും, മറുനാടൻ സർവേയിലും ഫാക്ച്വൽ എറർ ഉണ്ടായിരുന്നല്ലോ. ചെറിയ 2 ഫാക്ച്വൽ എറർ ഉണ്ടായിരുന്നു. ഒന്ന്, കുന്നത്തുനാട് മണ്ഡലവും വടക്കാഞ്ചേരി മണ്ഡലവും കാണിച്ചപ്പോൾ പറഞ്ഞതല്ല ഗ്രാഫിക്സിൽ കാണിച്ചത്. അത് സർവേയുടെ കുഴപ്പമല്ല, ഗ്രാഫിക്സ് ഡിസ്പ്ലേ ചെയ്തതിൻ്റെ കുഴപ്പമാണ്. വെളിയിൽ കൊടുത്ത് ചെയ്യിപ്പിച്ച ഗ്രാഫിക്സ് ആയിരുന്നു കുറി. അവർക്കുണ്ടായ ഒരു പെശകാണ്. പക്ഷെ കൃത്യമായി തന്നെയാണ് പറഞ്ഞത്. ആ പറഞ്ഞതിനോട് ചേർന്നില്ല എന്ന് മാത്രം. അതുപോലല്ല ഇതെന്ന് ഓർക്കണം. ഇനി മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. മാതൃഭൂമി ചാനലിലെ അനുബന്ധ ചോദ്യമുണ്ട്. ഈ സർവേയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുബന്ധ ചോദ്യങ്ങളാണ്. ആർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആളുകൾ മനസ്സിലുള്ളത് പറഞ്ഞെന്ന് വരില്ല. അവരുടെ മനസ്സിൽ UDF ആണെങ്കിൽ LDF എന്ന് പറയും, LDF ആണെങ്കിൽ UDF എന്ന് പറയും. അതുകൊണ്ട് അത് മാത്രം വെച്ച് സർവേ എടുത്താൽ സർവേ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് അനുബന്ധ ചോദ്യങ്ങൾ കൊടുക്കുന്നത്. ഈ അനുബന്ധ ചോദ്യങ്ങൾ സർവേയുടെ അത്രയും സാമ്പിൾ നമുക്ക് ശേഖരിക്കാൻ കഴിയില്ല. ഇപ്പം 2000 സാമ്പിളാണ് ആർക്ക് വോട്ട് ചെയ്യും എന്ന് ചോദിക്കാൻ എടുക്കുന്നതെങ്കിൽ ഒരുപക്ഷെ 200 സാമ്പിളായിരിക്കും ഈ അനുബന്ധ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്നാൽ ഈ അനുബന്ധ ചോദ്യത്തിൻ്റെ ട്രെൻഡും മെയിൻ ചോദ്യത്തിൻ്റെ ട്രെൻഡും ഒരുപോലെ അല്ലെങ്കിൽ ആ സർവേ തെറ്റാണെന്നർത്ഥം. അതാണ് റാൻഡം സർവേ എന്ന് പറയുന്നത്. ഇവിടെ മാതൃഭൂമിയുടെ ചർച്ചയിൽ LDF ആണ് അധികാരത്തിൽ വരുന്നത്. പക്ഷേ അവരുടെ ഒരു ചോദ്യം, ഭരണവിരുദ്ധ വികാരമുണ്ടോ? 57.06% പേർ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറഞ്ഞു. 39.41% പേർ മാത്രമാണ് ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് മാതൃഭൂമിയുടെ അനുബന്ധ ചോദ്യത്തിൽ ഉത്തരം പറയുന്നു. പക്ഷേ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയുന്ന ആളുകൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് CPMനെയാണ്, LDFനെ. ഇതൊക്കെ കൊണ്ടാണ് പറയുന്നത് സർവേകൾ അടിമുടി ഉഡായിപ്പാണെന്ന്. ഇങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ചാനലുകളുടെ സർവേകൾ പാളുന്നത്.
ബൈജു സ്വാമി ഇങ്ങനെ എഴുതുന്നു. കേരളത്തിലെ ഈ വരുന്ന 9-ന് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒപ്പീനിയൻ പോൾ കുറേ മാധ്യമങ്ങൾ നടത്തുന്നത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. എല്ലാ സർവേയുടെയും അവസാനം വാശിയേറിയ മത്സരത്തിൽ LDFനോ UDFനോ മുൻതൂക്കമെന്ന് പറയാനാവില്ല എന്നാണ്. അങ്ങനെ ആയിരിക്കണമല്ലോ, അല്ലെങ്കിൽ ദാസപ്പൻ സാറിൻ്റെ അതൃപ്തി ഉണ്ടാകും, അന്തങ്ങൾ തെറി വിളിക്കും. ചാനലിൻ്റെ റേറ്റിംഗ് മാത്രമല്ല, ചാനലിൽ കാണുന്ന അലവലാതി ജീർണോകൾക്ക് കിട്ടുന്ന കിഴി കിട്ടാതാകും. സതീശൻ ഇന്നലെ പറയുന്നത് കണ്ടു, ഇത് പെയ്ഡ് സർവേ ആണെന്ന്. സതീശന് തെറ്റി. സർവേ തന്നെയില്ല, പിന്നെയല്ലേ പെയ്ഡ് സർവേ. പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസറായ പ്രഭാഷ് സർവേയുടെ സാമ്പിൾ സൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, സാമ്പിളിൻ്റെ ഘടന എങ്ങനെ വേണം, ഡെമോഗ്രാഫിക് ആൻഡ് പൊളിറ്റിക്കൽ അഫിലിയേഷൻ ആൻഡ് റിയാലിറ്റി എങ്ങനെ സാമ്പിൾ ഉൾക്കൊള്ളിക്കണം, ചോദ്യങ്ങൾ എങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ വിവരിക്കുന്നു. കൂടാതെ സാമ്പിൾ സൈസിൻ്റെ വലിപ്പം വെച്ച് ലാർജർ പിക്ചർ എങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കലി കണ്ടെത്തണം എന്ന് വിവരിക്കുന്നു. എൻ്റെ സുഹൃത്തിന് എറണാകുളത്തൊരു ചെറിയ ആഡ് അസിസ്റ്റൻസ് ചെയ്യുന്ന സ്ഥാപനമുണ്ടായിരുന്നു. അവിടെ ഓരോ FMCG കമ്പനികൾ പ്രോഡക്റ്റ് ലോഞ്ച്, മാർക്കറ്റ് ഷെയറുകൾ താഴുകയാണെങ്കിലെല്ലാം മാർക്കറ്റ് ഇൻ്റലിജൻസ് അസിസ്റ്റ് ചെയ്യാൻ വർക്ക് കൊടുക്കും. അവർ എനിക്കും ചോദ്യാവലി തരും. അത് ഏകദേശം 10-15 പേജിലൊരു ക്വസ്റ്റ്യനെയറാണ്. അതിൽ എൻ്റെ വരുമാനം മുതൽ ഉടുക്കുന്ന വസ്ത്രത്തിൻ്റെയും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും പോലും ചോദ്യങ്ങളുണ്ടാവും. അവനോട് ഞാൻ ഇതൊക്കെ എന്തിനെന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് പ്രൊഫൈലിംഗ്. വിവിധ ഏജ്, ജെൻഡർ, വരുമാനം, ഇങ്ങനെ ധാരാളം ക്രൈറ്റീരിയ ബേസ് ചെയ്താണ് സാമ്പിൾ ഉണ്ടാക്കുന്നതെന്നും എങ്കിൽ മാത്രമേ ഫെയർ ആൻസർ കിട്ടൂ എന്നും പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തായതുകൊണ്ട് ഞാൻ അവനോട് ചോദിക്കും, നിനക്ക് എന്ത് തടയും? അവൻ പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് 500 മുതൽ 750 രൂപ വെച്ചുള്ള ഫീസും എക്സ്പെൻസും. ഇപ്പോൾ ഷോപ്പിൽ നിന്ന് ഒന്നും കാണാനില്ലാത്ത ഒരു FMCG ഉൽപ്പന്നത്തിൻ്റെ സർവേയിൽ അവൻ്റെ സാമ്പിൾ 5000 പേരായിരുന്നു. അവൻ ബിൽ ചെയ്ത തുക ഓർത്തപ്പോഴാണ് ഈ സർവേ എന്നതിന് ചിലവ് എനിക്ക് ബോധ്യമായത്. എനിക്ക് 500 രൂപ തരുമ്പോൾ ഞാനും അവനും പോയി ഓരോ ബിയർ അടിക്കുമ്പോഴാണ് അവൻ ഈ സർവേയിലെ തട്ടിപ്പുകൾ പറഞ്ഞു തന്നത്. 5000 പേരുള്ള സർവേ 1000 പേരെ ആക്കി നടത്തും. ആ 1000 പേർ തന്നെ നിന്നെപ്പോലെ സ്ഥിരം കുറ്റികളാണ്. അവൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ആരാടോവെ PSC പരീക്ഷയ്ക്ക് ഉത്തരം പോലെ 500 രൂപയ്ക്ക് വേണ്ടി കുത്തിയിരുന്ന് ഇതൊക്കെ ഫിൽ ചെയ്യാൻ മെനക്കെടുന്നത്. സാമ്പിളിലെ ഓരോ വ്യക്തിയുടെ ഒപ്പീനിയൻ സർവേ നടത്താൻ ചുരുങ്ങിയത് 500 രൂപയെങ്കിലും ചിലവുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ കേരളത്തിലെ വോട്ടേഴ്സിൻ്റെ ഒപ്പീനിയൻ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സാമ്പിൾ എത്ര സൈസ് ഉണ്ടാകണമെന്നും അതിന് ചിലവും എത്ര ദിവസം വേണമെന്നും ആലോചിച്ച് നോക്കൂ. ഇലക്ട്രോണിക് ഡാറ്റ വഴിയാണെങ്കിൽ പോലും ചിലവിൽ കാര്യമായ മാറ്റമുണ്ടാകില്ലെന്ന് മാത്രമല്ല, അത് മാനിപ്പുലേറ്റ് ചെയ്യാനുമാകും. ചുരുക്കി പറഞ്ഞാൽ 1,00,000 പേരെ ഉൾക്കൊള്ളുന്ന സാമ്പിളാണെങ്കിൽ പോലും ചിലവ് കോടികളാകും. വസ്തുതകൾ ഇങ്ങനെ ആയിരിക്കുമ്പോഴാണ് കള്ളത്തടി വെട്ടുന്നവനും സ്വന്തം തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാതെ EPFO മുതൽ പെണ്ണുകേസ് വരെ നേരിടുന്ന മാധ്യമ മുതലാളിമാരും ദാസപ്പൻ്റെ മുഷിഞ്ഞ അണ്ടർവെയർ അലക്കി ജീവിക്കുന്നവരും എല്ലാം നാട്ടുകാർക്ക് വേണ്ടി കോടികൾ മുടക്കി സർവേ നടത്താൻ പോകുന്നത്. കോഴിക്ക് മുല വന്നെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. പക്ഷേ ഇവൻ്റെയൊക്കെ സർവേ എടുത്ത് ആസനം തൂക്കുക പോലുമില്ല. കാരണം വല്ല ഫംഗസ് ഇൻഫെക്ഷനും ഉണ്ടാകും. ഇന്ന് രാവിലെ ഒരു സുഹൃത്ത് മാറൂമി സർവേയിലെ 78 സീറ്റ് നേടി LDF ഭരണം നിലനിർത്തുമെന്ന് കണ്ടല്ലോ, സാധ്യതയുണ്ടെന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, അഭിലാഷ് മോഹനൻ എന്ന അന്തമാണല്ലോ അവിടെ സർവേ സൂപ്രണ്ട്. ലെവൻ്റെ ഭാര്യയ്ക്ക് ദാസപ്പൻ എന്തോ ജോലി കൊടുത്തതിന് വാലാട്ടലാണ്. അപ്പോൾ സുഹൃത്തിൻ്റെ മറുപടി, വേറെയും ചാനലുകളിൽ ഇങ്ങനെ കാണുന്നു. ഞാൻ പറഞ്ഞു, എടോ, ബേഡ്സ് ഓഫ് ദി സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ എന്നാണ്. അവിടെയുള്ളവർക്കും ഭാര്യയ്ക്ക് ജോലിയോ ഫ്ലാറ്റോ വിദേശ ട്രിപ്പോ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ തന്നെ കേസിലെ വക്കീൽ പോലെ തൊലിഞ്ഞ റെസ്യൂമുമായി അലഞ്ഞു തിരിഞ്ഞ് നടന്ന അലവലാദികൾ കോട്ടിട്ടാൽ പ്രൊഡക്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ ഉണ്ടാക്കുന്ന എക്സ്പേർട്സ് ആകുമോ? ഇവരെക്കുറിച്ച് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, ഉദരനിമിത്തം ബഹുകൃത വേഷം.